JP Astro Life-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന കർക്കിടക മാസഫലം തന്നെയാണ്. കർക്കിടക മാസത്തിലെ തുലാൻ രാശിക്കൂറുകാരായ, അതായത് ചിത്തിരയുടെ 3-4 പാദം, ചോതി വിശാഖത്തിന്റെ 1-2-3 പാദങ്ങളും ചേരുന്ന തുലാൻ രാശിക്കാരുടെ ജൂലൈ 17 മുതൽ ആഗസ്റ്റ് 16 വരെയുള്ള കർക്കിടക മാസത്തെ ഗുണദോഷ ഫലങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. തുലാൻ രാശി അതിൻ്റെ ജന്മരാശാധിപൻ ശുക്രനാണ്. ഇപ്പോൾ ശുക്രൻ സ്വക്ഷേത്രമായ ഇടവൻ രാശിയിൽ ജൂലൈ 26 വരെ സഞ്ചരിക്കും. അതിനുശേഷം മിഥുനൻ രാശിയിലേക്ക് മാറും. അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനമായ 9-ലും സഞ്ചരിക്കുന്ന ശുക്രൻ എല്ലാവിധ സുഖ സൗകര്യങ്ങൾ നിങ്ങൾക്ക് നൽകും. അഷ്ടമത്തിൽ വന്നാലും ശുഭഫലം നൽകുന്ന ഒരേ ഒരു ഗ്രഹമാണ് ശുക്രൻ. ശുക്രന്റെ രാശിയിൽ ജനിക്കുകയും ശുക്രൻ അനുകൂലമായ സ്വക്ഷേത്രത്തിലൊക്കെ വരികയും ഒക്കെ ചെയ്താൽ നല്ല സൗന്ദര്യമുള്ളവരായി തന്നെ ജീവിക്കാം. ഈ സമയത്ത് പൊതുവെ ഉള്ളതിൽ നിന്ന് കുറെ കൂടി സൗന്ദര്യം കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. അത് ശുക്രന്റെ ഗുണമാണ്. സ്വന്തം അധ്വാനം കൊണ്ട് പലതും നേടിയെടുക്കാനും പ്രശസ്തി ലഭിക്കാനും ഇടവരുന്ന ഒരു സാഹചര്യം കൂടി ഈ ശുക്രൻ നൽകും. അഷ്ടമത്തിലെ ശുക്രൻ വളരെ സമ്പത്തും പ്രൗഢിയും ദീർഘായുസ്സും നൽകുന്ന ഒരു ഗ്രഹം കൂടിയാണ്. അതുപോലെ അനുഭവ സുഖം, ഭൗതിക സുഖം, ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ധാരാളം നൽകുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശുക്രൻ. ജൂലൈ 27 മുതൽ ശുക്രൻ ബന്ധരാശിയായ മിഥുനൻ രാശിയിൽ 9-ാം ഭാവത്തിൽ വരുമ്പോൾ അത് ഭാഗ്യം സ്ഥാനം കൂടിയാണ്. അതുപോലെ ആത്മീയ കാര്യത്തിലും ദേവപൂജയിൽ താല്പര്യം ഉണ്ടാവുകയും ചെയ്യും. കാരണം 9-ാം ഭാവം ഗുരുക്കന്മാരുടെ സ്ഥാനമാണ്. അതുപോലെ തന്നെ ദേവപൂജയ്ക്കൊക്കെ പറ്റിയ സ്ഥാനം കൂടിയാണ്. 9-ാം ഭാവത്തിലെ ശുക്രൻ എന്ന് പറയുമ്പോൾ ദേവീ സാന്നിധ്യമാണ് ഏറ്റവും വലുതായിട്ട് കാണിക്കുന്നത്. കളത്രപുത്രാദികൾക്കും എല്ലാവിധ ഐശ്വര്യവും നൽകും. അതുപോലെ വീട്ടിലും കർക്കിടക മാസം ഈശ്വരാരാധനയിലും നാമജപത്തിലും പ്രാധാന്യം നൽകുന്നവർക്ക് വീട്ടിലും മഹാലക്ഷ്മി പ്രസാദം ഉണ്ടാകും എന്ന് ഉറപ്പിച്ചു പറയാം. 9-ലെ ശുക്രൻ ധർമ്മകാര്യസിദ്ധിയും ധനലാഭവും സ്ത്രീ സുഖവും എല്ലാവിധ സുഖവും നൽകുന്ന ഒരു ഗ്രഹമാണ്. ഈ സമയം ചെയ്യുന്ന എല്ലാ ശുഭകാര്യങ്ങൾക്കും ശുഭകർമ്മങ്ങൾക്കും വളരെ കൂടുതൽ കർമ്മഫലം ലഭിക്കുന്ന സമയം കൂടിയാണ്. ചിലർ പറയാറുണ്ടല്ലോ, ഞാൻ എന്തൊക്കെ ചെയ്താലും അതിനൊന്നും ഒരു ഗുണം കിട്ടുന്നില്ല. അതൊക്കെ മാറി ശുഭകർമ്മങ്ങൾക്ക് ഏറ്റവും നല്ല ഗുണം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ടാണ് രാമായണ മാസമായിട്ടൊക്കെ ആചരിക്കുന്നത്. ഈ സമയത്ത് വ്യാഴം കൂടി 9-ൽ സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. വ്യാഴത്തിൻ്റെ സ്ഥിതി ദേവപ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യത്തിലും പൂർണ്ണ ഫലം ലഭിക്കും എന്ന കാര്യം കൂടി നമുക്ക് നൽകുന്നുണ്ട്. ധർമ്മകാര്യത്തിലും സദാചാരത്തിലും പാണ്ഡിത്യവും പ്രശസ്തിയും ലഭിക്കുന്നതിന് ഭാഗ്യം ലഭിക്കുന്ന ഒരു സമയമാണ്. അതായത് നമ്മൾ നല്ല കാര്യം എന്ത് ചെയ്താലും അതിനെല്ലാം തന്നെ അതിൻ്റെ ഇരട്ടി ഫലം നൽകുന്ന ഒരവസരമെന്ന് വേണമെങ്കിൽ പറയാം. ഈ 9-ലെ വ്യാഴവും 9-ലെ ശുക്രനും. അതുപോലെ ഗുരുജനങ്ങൾ, ഇവരുടെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. വ്യാഴത്തെ ഗുരു എന്ന് വിളിക്കുന്നതും 9-ാം ഭാവം എന്ന് പറയുമ്പോൾ പിതൃസ്ഥാനം, ഗുരുജനങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ളവരാണ്. അപ്പൊ അവരുടെ സഹായ സഹകരണങ്ങൾ, അവരുടെ അനുഗ്രഹങ്ങൾ, ഇതെല്ലാം നമുക്ക് ലഭിക്കുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം. പരസ്പരം യോജിപ്പില്ലാത്ത 2 ഗ്രഹങ്ങളാണ് ശുക്രനും വ്യാഴവും. ഇനി അതുകൂടി പറയാം. കാരണം ശുക്രനും വ്യാഴവും ഒന്നിക്കുമ്പോൾ അത് രണ്ടും വ്യത്യസ്തമായ 2 ഗ്രഹങ്ങളാണ് സ്വഭാവത്തിൽ. 2 ചേരിയിൽ നിൽക്കുന്നവരെ രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന 2 ഗുരുനാഥന്മാരെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ശുക്രൻ അസുരന്മാരുടെ ഗുരുവായിട്ടും വ്യാഴം ബൃഹസ്പതി എന്ന് പേരിട്ട് ദേവന്മാരുടെ ഗുരുവായിട്ടുമാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ 2 ചേരിയിലും അസുരന്മാർക്ക് എന്ത് സംഭവിച്ചാലും അവരെ രക്ഷിച്ച് അവരുടെ കാര്യങ്ങൾ നോക്കാൻ ശുക്രനും, ദേവന്മാർക്ക് എന്തും സംഭവിക്കാതെ അവരുടെ കാര്യങ്ങൾ നോക്കി വേണ്ട ഉപദേശങ്ങളൊക്കെ നൽകാൻ വ്യാഴവും അല്ലെങ്കിൽ ഗുരുവും നിൽക്കുന്നു. ഇവർ രണ്ടുപേരും
പരസ്പരം ഒരിക്കലും ഏറ്റുമുട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ രണ്ട് ഗുരുക്കന്മാരും തമ്മിൽ ഏറ്റുമുട്ടാറില്ല. എന്നാൽ ദേവന്മാരും അസുരന്മാരും പലപ്പോഴും ഏറ്റുമുട്ടിയിട്ടുമുണ്ട്. അപ്പൊ ഈ രണ്ടു കൂട്ടരുടെയും വിജയത്തിന് വേണ്ടി കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നതും ഈ ഗുരുക്കന്മാർ തന്നെയാണ്. ഇപ്പൊ ഈ കർക്കിടക മാസത്തിൽ ഇവർ രണ്ടുപേരും കൂടി ഒന്നിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആത്മീയത വേണം, അതാണ് വ്യാഴം. ഈശ്വരാരാധന വേണം. അങ്ങനെ ഈശ്വരാരാധനയിലൂടെയും നാമജപത്തിലൂടെയും നമ്മുടെ മോക്ഷത്തിനു വേണ്ടിയുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കണം. അതാണ് വ്യാഴം പറയുന്നത്. അപ്പൊ ശുക്രനോ, നിങ്ങളൊന്നും നഷ്ടപ്പെടുത്തേണ്ട, നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ അതൊക്കെ അനുഭവിക്കുകയും ചെയ്യുക. ഒപ്പം നിങ്ങൾ ഈശ്വരാരാധന നടത്തുകയും വേണം. എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും വേണ്ടാന്ന് വെക്കണ്ട. അതായത് വിവാഹം കഴിക്കണ്ട, കുടുംബമായിട്ട് ജീവിക്കേണ്ട, ഒറ്റത്തടിയായിട്ട് സന്യാസിയായിട്ട് ജീവിച്ച് മോക്ഷത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ജീവിക്കണം എന്നല്ല. പിന്നെയോ, നിങ്ങൾ കുടുംബമായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ സ്വസ്ഥമായി ജീവിക്കണം, സന്തോഷമായി ജീവിക്കണം. തെറ്റുകുറ്റങ്ങളും അതുപോലെ പോരായ്മകളും ഉണ്ടാകാതിരിക്കാൻ ഇവരുടെ എല്ലാം ഉന്നമനത്തിന് വേണ്ടി എന്തു വേണം? ഈശ്വരാരാധനയും നാമജപവും അത്യാവശ്യമാണ്. ഇതാണ് ഇവർ രണ്ടുപേരും കൂടി ഒന്നിച്ചു നിന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം. ഭൗതിക സുഖ സൗകര്യങ്ങളൊക്കെ നിന്ന് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ശുക്രൻ ആത്മീയതയിലൂടെയും ഈശ്വര ചൈതന്യത്തിലൂടെയും നാമജപത്തിലൂടെയും നമുക്ക് വേണ്ടുന്ന ആത്മജ്ഞാനവും ആത്മസന്തോഷവും ആത്മസുഖവും വ്യാഴം നൽകുന്നു. മറ്റേത് ഭൗതിക സുഖം, ഇത് ആത്മസുഖം. ഈ രണ്ടു സുഖത്തെയും നമുക്ക് നേടാൻ സാധിക്കും എന്നാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് കുടുംബജീവിതത്തിലൂടെ ഭാര്യാപുത്രാദികളോടൊത്ത് സുഖമായി ജീവിച്ച് ധർമ്മം അനുഷ്ഠിച്ച് സന്താനങ്ങൾക്ക് വേറൊരു ജീവിതം എന്ന് പറഞ്ഞാൽ അവരെ ഒന്ന് കരപറ്റിച്ച് നിങ്ങൾ വാർദ്ധക്യകാലത്ത് മോക്ഷപ്രാപ്തിക്കായി ഈശ്വരനാമം ജപിച്ച് മുന്നോട്ട് പോവുക. ഒപ്പം നിങ്ങൾ കുഞ്ഞുങ്ങളെയും ഈശ്വരനാമം പഠിപ്പിക്കുകയും അത് ആചരിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും വേണം എന്നതാണ് ഈ രണ്ട് ഗ്രഹങ്ങളും കൂടി ഒന്നിച്ചു നിന്ന് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ. ഇനി ഒരാളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞതുപോലെയൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ, ജാതകത്തിൽ വ്യാഴവും ശുക്രനും ബലവാനായ ഇഷ്ടഭാവത്തിലാണെങ്കിൽ തീർച്ചയായും ഇത്തരം അനുഭവങ്ങളും അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ ഗുണവും നമുക്ക് ലഭിക്കും എന്നതാണ്. വ്യാഴശുക്രന്മാർ ഭാഗ്യസ്ഥാനത്ത് യോഗം ചെയ്തോ അല്ലെങ്കിൽ പൂർണ്ണ ദൃഷ്ടിയോടുകൂടിയോ പരസ്പര ദൃഷ്ടി ചെയ്തോ വന്നാൽ സ്വാഭാവികമായിട്ടും ക്ഷേത്രബലമുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ രണ്ട് ഗ്രഹങ്ങളുടെയും ഗുണം ഈ മാസം ലഭിക്കും. തുലാം രാശിക്കാർക്ക് 11 ചിങ്ങൻ രാശിയിൽ ചൊവ്വയും കേതുവും നിൽക്കുന്നുണ്ട്. ജൂലൈ 28 വരെ ചൊവ്വ കന്യരാശിയിൽ 12ാം ഭാവത്തിലും 11 ചൊവ്വ ധനലാഭവും അധികാരവും സുഖവും ഐശ്വര്യവും വീര്യവും ശൗര്യവും എല്ലാം നൽകും. കാരണം ചൊവ്വയുടെ പ്രത്യേകത ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് ധൈര്യം, വീര്യം, പരാക്രമം, ഉത്സാഹം ഇതെല്ലാം നൽകുന്ന ഒരു ഗ്രഹമാണ്. അത് 11ാം ഭാവത്തിൽ വരിക എന്ന് പറയുമ്പോൾ ആഗമന സ്ഥാനമാണ്. പല വിധത്തിലുള്ള ലാഭത്തെ തരുന്നു. സഹോദരങ്ങളിൽ നിന്നും, കാരണം ചൊവ്വ സഹോദരകാരകനാണ്, സഹോദരങ്ങളിൽ നിന്നും ഗുണമുണ്ടാകും. അതുപോലെ ഭൂമി സംബന്ധമായ കാര്യത്തിൽ ഭൂമികാരകനാണ്, അതിലും നിങ്ങൾക്ക് ലാഭം ഉണ്ടാകും. 11ാം ഭാവം ലാഭസ്ഥാനമാണ്, അപ്പൊ ലാഭം ഉണ്ടാകും. കുടുംബ ഓഹരി ലഭിക്കാം. അതുപോലെ ദ്രവ്യങ്ങൾ, സ്വർണമോ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള വസ്തുക്കളോ, അതാണ് ദ്രവ്യലാഭം എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ളതും ഈ 11ാം ഭാവത്തിലെ ചൊവ്വ കൊണ്ട് ഗുണമുണ്ടാകാം. അതുപോലെ പങ്കാളിക്ക് ലഭിക്കേണ്ടതൊക്കെ കിട്ടാം, അങ്ങനെയും വരുന്നുണ്ട്. ഇനി 12 ചൊവ്വ മാറുമ്പോഴോ, 11 നിന്ന് ചൊവ്വ 12 മാറുമല്ലോ. ജൂലൈ 28 മുതൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്ക്
വ്യത്യാസം വരുന്നു. അല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഉണ്ടാകുക. സാമ്പത്തിക ചെലവ് കൂടും. അവിചാരിതമായ ചില നഷ്ടങ്ങളൊക്കെ വരും. പങ്കാളിക്ക് ദൂരദേശയാത്ര ഉണ്ടാകാം. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ ചിലപ്പോൾ നഷ്ടം വരാം. എന്ന് പറയാൻ നേരത്തെ എവിടെങ്കിലുമൊക്കെ കാശ് കൊടുത്ത് ഏർപ്പാടൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതാണെങ്കിൽ അന്നത്തെ വില അനുസരിച്ചൊന്നും ചിലപ്പോൾ ഇപ്പൊ കിട്ടാൻ വരത്തില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ ആരോഗ്യ പ്രശ്നം മൂലം ചിലവ് കൂടാം. രാഹു 5-ൽ നിൽക്കുന്ന സമയമാണ്. അപ്പം മനസ്സ് വേണ്ടാത്ത 5-ാം ഭാവം മനസ്സാണ്. മനസ്സ് വേണ്ടാത്ത പല കാര്യങ്ങളുടെയും പുറകെ പോകും. സന്താനങ്ങളുടെ കാര്യത്തിലും ചില പ്രയാസമൊക്കെ ഉണ്ടാക്കും. 5-ാം ഭാവമല്ലേ. ശനി 5-ാം ഭാവത്തിൽ നിന്ന് 6-ൽ മീനത്തിലേക്ക് മാറിയത് വളരെ ഗുണം ചെയ്യും. നേരത്തെ കുംഭൻ രാശിയിൽ 5-ാം ഭാവത്തിൽ നിന്ന് ശനി 6-ാം ഭാവമായി മീനൻ രാശിയിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുന്നത് കൊണ്ട് തുലാൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ സഞ്ചാരം വളരെ അനുകൂലമായ ഗുണങ്ങളൊക്കെ ചെയ്യും എന്നതാണ്. അപ്പൊ ശനി 6-ാം ഭാവത്തിൽ വരുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നല്ലതുപോലെ ഭക്ഷണം കഴിക്കാനുള്ള ഉത്സാഹം, അതുപോലെ തന്നെ എന്തിനേയും നേരിടാനുള്ള ഒരു കഴിവ്, ശത്രുക്കളെ ജയിച്ച് മുന്നേറാനുള്ള ഒരു താല്പര്യം, പ്രചോദനം, ഏത് സാഹചര്യത്തെയും അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ്, ഇതൊക്കെ ഒരു വലിയ കാര്യമല്ലേ. പ്രഭുത്വം, നേതൃത്വം, അഭിമാനം, ധാർമ്മികത, രോഗശാന്തി, കാര്യാദികളിൽ ജയം, ഇതെല്ലാം 6-ലെ ശനി നൽകുന്ന കാര്യമാണ്. ശനിയെ സംബന്ധിച്ച് പറയുമ്പോൾ എല്ലാവരും പറയുന്ന പോലെ ശനി വക്രഗതിയിലാണ്. വക്രഗതിയിൽ രാശി മാറാതെ നിൽക്കുമ്പോൾ 6-ാം ഭാവഫലം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിലും അത് ദോഷമുള്ള ഒരു ഭാവമല്ലല്ലോ 6-ാം ഭാവമായ മീനത്തിൽ ശനി നിൽക്കാന്നുള്ളത്. പിന്നെ വക്രഗതിയിൽ രാശി 5-ാം ഭാവത്തിലേക്ക് മാറുന്നതൊന്നുമില്ല, 6-ൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ശനിയുടെ ഫലത്തിൽ മേന്മയല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ശനി അനുകൂലമായി ഈ മേൽ പറഞ്ഞതുപോലെ നല്ല നല്ല ഫലങ്ങൾ ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ ശനി അനുകൂലമായിരിക്കണം. 3, 6, 11 ഭാവത്തിലായിട്ട് ശനി നിൽക്കണം. അല്ലെങ്കിൽ മകരം, കുംഭം സ്വക്ഷേത്രമാണ്. വ്യാഴത്തിന്റെ രാശിയാണ് ധനു, മീനം. തുലാൻ രാശിയാണ് ഉച്ചം. ഇങ്ങനെയൊക്കെ ഉള്ള രാശിയിൽ ശനി നിൽക്കണം. ഇങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത് എങ്കിൽ ഈ പറയുന്ന 6-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ തുലാൻ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് മെച്ചം ശനി ഉണ്ടാക്കി തരും. തുലാൻ രാശിക്കാർക്ക് കർമ്മസ്ഥാനത്ത് സൂര്യനും ബുധനും നിൽക്കുന്നത് നിപുണയോഗമാണ്. അത് പല വീഡിയോയിലും പറയും. ആദിത്യ ബുധയോഗം എന്ന് പറയുന്ന നിപുണയോഗം. വിദ്യാഭ്യാസപരമായി പല ഗുണങ്ങളും പല ലാഭവും ഒക്കെ ലഭിക്കാം. ആത്മീയതയ്ക്കൊപ്പം അറിവും നേടാനാണ് ഈ യോഗം സഹായിക്കുന്നത്. 10-ലെ സൂര്യൻ കർമ്മപുഷ്ടിയെ ചെയ്യും. അതായത് 10-ാം ഭാവത്തിൽ ആദ്യത്തെ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താലും അതിനൊരു പൂർണ്ണത ലഭിക്കുകയും ചെയ്യും. അതിനൊക്കെ തന്നെ ഫലം കിട്ടുകയും ചെയ്യുന്ന കർമ്മപുഷ്ടിയുള്ള ഒരു സ്ഥാനമാണ് 10-ലെ സൂര്യൻ. എല്ലായിടത്തും വിജയിക്കാൻ കഴിയുന്ന സാഹചര്യമൊക്കെ നമുക്ക് ഉണ്ടാക്കിത്തരും. അതായത് നമ്മൾ കർമ്മം ചെയ്യുക, ആ കർമ്മത്തിലൂടെ മുന്നേറാൻ കഴിയുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിത്തരും. സൂര്യൻ മഹാദേവനെ സൂചിപ്പിക്കുന്നതാണ്, ബുധൻ വൈഷ്ണവ ചൈതന്യത്തെയും. അപ്പൊ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന 2 ഗ്രഹങ്ങൾ ഒന്നിച്ചാണ് 10-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അതുപോലെ ചന്ദ്രക്ഷേത്രത്തിലെ കർക്കിടകത്തിലെ സൂര്യൻ ദേവീ സാന്നിധ്യത്തെയും സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ കർക്കിടകത്തിലെ സൂര്യന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് അർദ്ധനാരീശ്വരന്റെ സൂചന നൽകുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, കർക്കിടകത്തിലെ ആദിത്യൻ ധർമ്മദൈവത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ ചരരാശിയായ കർക്കിടകത്തിലെ ബുധൻ സൂചിപ്പിക്കുന്നത് അവതാരമൂർത്തികളെ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ കർക്കിടക മാസം ശ്രീരാമ ഭജനത്തിനും രാമായണ പാരായണത്തിനുമൊക്കെ തന്നെ വളരെയേറെ വിശേഷപ്പെട്ട മാസമാണ് എന്ന് പറയുന്നത്. ഇപ്പൊ അന്നേരം നിങ്ങൾ ചോദിക്കുക, എല്ലാ കർക്കിടക മാസവും രാമായണ മാസം അല്ലേ? എല്ലാ കർക്കിടക മാസത്തിലും ഗ്രഹസ്ഥിതികൾ ഇതുപോലെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്. ബുധന്റെ യോഗം ശ്രീരാമ ചൈതന്യത്തിന് കുറച്ചുകൂടി പ്രാധാന്യം വരുത്തുന്നുണ്ട് എന്നതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതുപോലെ സ്വക്ഷേത്രത്തിലെ ശുക്രൻ, അത് അന്നപൂർണേശ്വരിയും അതുപോലെ തന്നെ മഹാലക്ഷ്മിയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ മാസം ഭക്തിപൂർവ്വം മുന്നോട്ട് പോയാൽ നിങ്ങളുടെ വീട്ടിൽ
ഐശ്വര്യം വിളയാടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ പറഞ്ഞതിൽ ചില ദോഷങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞപ്പോൾ മനസ്സിലാക്കാണ്. അതെല്ലാം തന്നെ ഈശ്വരനാമം കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി.